ഗൈസ്, അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ, പുതുവത്സരം പറയാൻ വന്ന അപ്പോഴത്തെ ആശംസകൾ കൊടുത്തത്. കാരണം എന്താ പറയുക, ഈ വീഡിയോ ക്രിസ്മസ് കഴിഞ്ഞായിരിക്കും വരുന്നത്, അതുകൊണ്ടാണ്. ക്രിസ്മസിന് മുന്നാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്, പക്ഷേ വരുന്നത് ചിലപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞായിരിക്കും. അപ്പം വീണ്ടും എല്ലാവർക്കും ക്രിസ്മസ് ആശംസ. ഇനി കേക്കിന്റെ വരവാണ്. അതെ, കേക്കിന്റെ വര കഴിഞ്ഞു. അപ്പോൾ നമ്മളിന്ന് ഒരു അടിപൊളി ചലഞ്ചാണ്. നമ്മുടെ അഷറഫ് ഉണ്ട്, ബിനീഷ് പ്രോ ഉണ്ട്. ബിനീഷ് പ്രോയ്ക്ക് ഒരു എതിരല്ല, എന്തോ പറയുന്നത്, ഒരു ടാസ്ക് കൊടുക്കുക. ടാസ്ക്കാണ്, ഒരു ടാസ്ക് ടൈറ്റാണ് മത്സരം. ഇദ്ദേഹം ഒരിക്കലും ജയിക്കാൻ സാധ്യത ഇല്ലാത്തൊരു ടാസ്ക്കാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ചലഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഈറ്റിംഗ് ചലഞ്ചാണ്. അത് എന്താണെന്ന് നമ്മുടെ സുബിൻ പറയും. സുബിൻ പറയണം. ഞാൻ സുബിനെ പഠിക്കുമായിരുന്നു, പറയാൻ പറ്റുന്നില്ല, അത് പറ്റത്ത വാക്കാണ്. ആ ഒരു രാജ്യത്തിലെ മന്ദിരം ഉസ്കബിസ്ഥാൻ. ഞങ്ങൾ കുറെ നേരം നോക്കുന്നത് പറ്റത്തില്ല. ആ ഉസ്കബിസ്ഥാൻ ഉണ്ടാക്കിയുള്ള പേരാ പുള്ളി പറഞ്ഞു. അസർ പറയും നിങ്ങളിൽ ആരും ഇതില്ല, വിദ്യാഭ്യാസം വളരെ കുറവാണ്. ടെക്കി ഗൈസ്, അപ്പോൾ നമ്മൾ ആ രാജ്യത്തെ മന്തിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ക്രിസ്മസ് ഒക്കെ അല്ലേ, അതിന് മുന്നേ മനോഹരമായ ഒരു ഗാനത്തോടു കൂടി ഇന്നലത്തെ മത്സരം നമുക്ക് തുടങ്ങാം. അതിന് മുന്നേ പറഞ്ഞില്ല കാര്യം കൂടെ. അപ്പോൾ ഇദ്ദേഹത്തിന് ജയിക്കാൻ സ്കോപ്പില്ലെന്ന് പറഞ്ഞ കാരണം വെച്ചാൽ ടീമായിട്ടാണ് മത്സരിക്കുന്നത്. ഇദ്ദേഹം ഒറ്റയും ഞങ്ങളൊരു 15 പേര്, ഞാനും എൻ്റെ 15 പേര്. രണ്ട് മോട്ടിവേഷൻ പറയാൻ പറഞ്ഞു. അപ്പോൾ പുതിയ വർഷമാണ്, പുതിയ വർഷം വരികയാണ്. അപ്പോൾ എല്ലാവരും നന്നാൻ പോകണല്ല, എല്ലാ വർഷവും തന്നെ പറയില്ല നമ്മൾ. ഞങ്ങൾക്ക് ഇനി 6 ദിവസം കൊണ്ട് വന്നാൽ. അതെ. ഗൈസ്, അപ്പം എല്ലാവരും പുതിയ തീരുമാനങ്ങൾ എടുക്കുക, മുമ്പോട്ട് പോവുക, തോൽവികളിൽ നിന്ന് കരകയറുക. അടുത്ത കൊല്ലമെങ്കിലും നമ്മളൊക്കെ നന്നാവുമെന്ന് നമ്മൾ വിശ്വസിക്കുക. അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുക കേട്ടോ. നമ്മൾ ഈ ഇപ്പോഴും നല്ല വിശ്വാസമുണ്ട്. അതെ, വെറുതെ റീല് കണ്ടിട്ട് സ്റ്റോറി അന്നത്തെ ദിവസം സ്റ്റോറി ഇടാതെ നമ്മൾ പരിശ്രമിക്കുക, അല്ലേ അഷറഫേ? അല്ലേ, പേരെന്തായിരുന്നു? അപ്പം മനോഹരമായ ടീം പറഞ്ഞിട്ട് ഇപ്പോഴില്ല, ടീം മറക്കുന്നു ഞാൻ. അപ്പം കഠിനമായ മത്സരമാണിത്. നന്ദുവും അഷറഫുമാണ് ടീം. ഞങ്ങളുടെ പാവങ്ങളുടെ ബേസിൽ ജോസഫാണ്. ബേസിൽ ജോസഫ് എന്ന് പറയാറുണ്ട്. ഒത്തിരി പേര് കമന്റ് ചെയ്ത് ഇയാളെ കണ്ടിട്ട് ബേസിൽ എവിടെ നോക്കിയിട്ടാന്ന് എനിക്ക് മനസ്സിലായത്. ബേസിൽ ജോസഫിന് ബേസിൽ ജോസഫിനെ കട്ടണമെന്ന് പറഞ്ഞു കേട്ടോ, അഷറഫിന്. കല്യാണം കഴിഞ്ഞ കേട്ടോ പുള്ളി, എപ്പോഴാ പറയാ കല്യാണം കഴിഞ്ഞ പുള്ളി. അതുകൊണ്ട് പറഞ്ഞു ഇനി വ്ളോഗിലൊന്നും പോകണം. കഴിച്ചപ്പം നമ്മുടെ ടീം എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടും, നന്ദുവും അഷറഫും. ഇവിടെ നിതിനും സുബിനുമാണ്. ക്യാമറയുടെ പിന്നിലുണ്ട്. ആ ഒരു പേര് തന്നെ ഉണ്ട്, നിതിൻ സുബിൻ. അടുത്ത വർഷത്തേക്കുള്ള മത്സരമാണ് ഞങ്ങളത്. അതെ, പുള്ളി പ്രസിഡന്റ് രാജിട്ട് പോയായിരുന്നു ഇടയ്ക്ക്. അപ്പം അപ്പോൾ ഇത്തവണത്തെ മത്സരത്തിൽ നമുക്ക് വിധി എഴുതാം, അടുത്ത മത്സരം ആയിരിക്കും. അപ്പം റൂൾസ് ആൻഡ് റെഗുലേഷൻ പറയാൻ മുന്നേ ഒരു മനോഹരമായ ഗാനം നമുക്ക് എല്ലാവർക്കും ചേർന്നിട്ട് ആലപിക്കാം. 1 2 3 4. വർണ്ണരാജികൾ വിടരും രാവിൽ, വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ, താരക രാജകുമാരിയോടൊത്തങ്ക തിങ്കൾ കലപാടി ഗ്ലോറിയ, അന്ന് തിങ്കൾ കലപാടി ഗ്ലോറിയ. താരകൻ തന്നെ നോക്കി ആട്ടിടയർ നടന്നു, താരകൻ തന്നെ നോക്കി ആട്ടിടയർ നടന്നു. തേജസ് മുന്നിൽ കണ്ട് അവർ വേദനയിൽ നിന്നു, തേജസ് മുന്നിൽ കണ്ട് അവർ വേദനയിൽ നിന്നു. രാജാതിരാജന്റെ പൊന്നിരുമേനി, രാജാതിരാജന്റെ പൊന്നിരുമേനി,
കണ്ടു. വർണ്ണരാജികൾ വിടരും രാവിൽ, വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ, താരക രാജകുമാരിയോടൊത്തങ്ങ് തിങ്കൾ കലപാടി ഗ്ലോറിയ, അന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. കരോളുകാരാന്ന് വിചാരിച്ചാണ്. അതുകൊണ്ടോ 500 രൂപ ഒരാൾ വരുന്നത്. ആരാണോ ചുമ്മാ പറഞ്ഞു. ഇല്ല വേണ്ട കാശ് വേണ്ട. പോയിട്ട് നിങ്ങൾ കഴിച്ചപ്പം മത്സരം തുടങ്ങാം. ഒരു അടിപൊളി ഇടിവെട്ട് പൊളപ്പൻ മത്സരം ദീകോ കാർഷിക കളം. ഗൈസ്, അപ്പോൾ നമ്മുടെ മത്സരം തുടങ്ങാൻ വേണ്ടി പോകണം. നമ്മുടെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ടീം എന്ന് പറയുന്നത് നന്ദുവളിയന് നമ്മുടെ അഷ്റഫാണ്. അവരുടെ ചിക്കനാണ് ബേസിൽ ജോസഫ്, ജൂനിയർ ബേസിൽ ജോസഫ്. നമ്മുടെ നമ്മളൊന്ന് ചെയ്യുന്നത് എന്തോ ഗൈസ്, അപ്പം മന്തി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഉണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഇത് 2 ടൈപ്പ് അവിടെ ഉള്ളതെന്ന് വെച്ചാൽ കുറച്ച് പേര് അവിടെ ഉള്ള കഴിക്കുന്നത് ഇങ്ങനത്തെ മന്തി, കുറച്ച് പേര് അവിടെ ഉള്ളത് ഇങ്ങനത്തെ മന്തി. 2 മന്തിയാണ് കഴിക്കുന്നത്. അപ്പോൾ അവിടെ 2 ടൈപ്പ് 2 തരം ആൾക്കാരാണ്. അപ്പം അവിടെ ജാതിയോ മതമോ ഒന്നുമില്ല. ചിക്കനാണ് അവിടുത്തെ മെയിൻ. അപ്പം ഗൈസ്, അപ്പോൾ അടുത്ത എടുത്തിരിക്കുന്നത് ഇവിടെയാണ്. ഇദ്ദേഹമാണ് ബന്ധം കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് കണ്ട് ഇവിടെയുണ്ട്. ഇയാൾ ഒറ്റയാണ്. ഒറ്റയാൻ കാട് കയറി. അപ്പോൾ നമുക്ക് തുടങ്ങാം. റെഡി 1 2 പുനാ ഗോ. ചിക്കൻ കഴിക്കും. ഈ അഷ്റഫിന് വേണ്ടിയുള്ള മത്സരമാണ്. അഷ്റഫാണ് അവസാന റൗണ്ടിൽ കയറുന്നത്. അഷ്റഫും ബിനീഷ് ബ്രോയും തമ്മിൽ ഇഞ്ചോടിഞ്ച് മത്സരമായിരിക്കും നടക്കുന്നത്. അഷ്റഫ് വേഴ്സസ് ബിനീഷ് ബ്രോ. ഇഞ്ചോടിഞ്ച് മത്സരം. അതോ നിതിൻ വേഴ്സസ് ബിനീഷ് ബ്രോ ആണോ? അവസാന റൗണ്ടിൽ നീ ബിനീഷ് കവാലം. അദ്ദേഹം ചിക്കൻ കഴിച്ചു കേട്ടോ. അതാണ് വേറൊരു പ്രത്യേകത. അദ്ദേഹം മെയിൻ പീസ് ചിക്കൻ കഴിച്ചിരിക്കുകയാണ്. ഒപ്പത്തിനൊപ്പം നന്ദുവളിയൻ. പക്ഷേ അഷ്റഫിന്റെ കൈകളിലാണ് ഇനിയുള്ളത് മത്സരം. നന്ദുവളിയനൊപ്പം എത്താ ഇനി ഫൈനൽ റൗണ്ടിലേക്ക് അഷ്റഫാണ് മത്സരിക്കുന്നത്. അഷ്റഫിന്റെ കൈകളിലാണ് ഇരിക്കുന്നത് മത്സരം. അഷ്റഫേ ഒരു പിടി വേറെ വയറായി 2 വയറായത്. ഇവിടെ ഒരു വയറേ ഉള്ളൂ. ആകെ അഷ്റഫ് കയറിയിരിക്കുകയാണ്. അവിടെ നിങ്ങളെയും പേടിക്കണം. പാസ് 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 കമോൺ കമോൺ അഷ്റഫ്. ഇവിടെ 2 വയറുകളാണുള്ളത്. 2 വയറുകൾ. ഇവിടെ ഒരു വയർ മാത്രമേ ഉള്ളൂ. കാരണം ഇവിടെ നിങ്ങൾക്കുള്ള ചാൻസ് വെച്ചാൽ അവസാനം നിങ്ങൾക്ക്, കാരണം ഇവിടെ വയർ ഫില്ലാവും. ഇവിടെ പുതിയ ആൾ കയറിയോണ്ട് ഫ്രഷ് ആണ്. പെട്ടെന്ന് കയറും ഫുഡ്. സുബിനുണ്ടി കയറിയിരിക്കുകയാണ്. നിതിൻ അളിയന് വേണ്ടി കൊടുക്കുവോ അതോ നിങ്ങൾ കഴിക്കാൻ പോകുന്നു? സുബിനുണ്ണി ഇല്ല. അഷ്റഫ് വന്നിട്ടുണ്ട്. കടയിൽ പോയി മന്തി കഴിക്കുന്നു. അഷ്റഫ് ഇത്രയും ചാൻസ് പാസ്. നിതിൻ കയറിയിരിക്കാണ്. ഇഞ്ചോടിഞ്ച് മത്സരം. ഇവിടെയാണ് മത്സരം. അഷ്റഫ് തോപ്പിക്കുമോ? ഒറ്റയ്ക്ക് മതി ഒരു ഹാഫ് ചിക്കൻ മന്തി. ഞാൻ ഒറ്റയ്ക്ക് മതി. ഇവിടെ 2 പേരാണ്. ക്വാർട്ടർ. അഷ്റഫിന് മുന്നിൽ നിതിൻ അളിയൻ കയറിയിരിക്കുകയാണ്. നിതിൻ അളിയൻ ബിനീഷ് ബ്രോയ്ക്ക് ഇനിയും ഏകദേശം ഇവിടെ 2 പേർ മത്സരിച്ച കളിയാണ് ഇത് വരുന്നത്. ഇവിടെ 2 കയറി വരുന്നു. ഇവിടെ ഓക്കെ ലൈറ്റ് പോയാണ്. ക്ഷമിക്കണം കാണുന്നവർ ക്ഷമിക്കണം. ഇദ്ദേഹത്തിന് സ്ലോ ആയിട്ടുണ്ട്. കാരണം ഇദ്ദേഹത്തിന് വർണ്ണം പുള്ളിയല്ലേ കഴിക്കുന്നത്. അപ്പം ഇവിടെ ഫാസ്റ്റ് ആയിട്ടുണ്ട്. അഷ്റഫ് നിതിൻ അളിയൻ മന്തിക്കഞ്ഞാന്ന് കഴിക്കുന്നതെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അതല്ല വെള്ളം കുടിക്കുന്നുണ്ട് ഇടയ്ക്കൊക്കെ. ബിനീഷ് ബ്രോ പിടിക്കാം. ബിനീഷ് ബ്രോയും അഷ്റഫും തമ്മിലുള്ള മത്സരമാണ്. എന്തെങ്കിലും കൊടുക്കാൻ, എന്തെങ്കിലും തരാം എനിക്ക്. എന്ത് സോസോ അവിടെ ഇവിടെ കയറുന്നു. നിതിൻ അളിയൻ കയറി വരുന്നു. നിതിൻ അളിയോട് ചോറിനാണ്. ഇതിന് അളിയൻ തേണ്ട. അപ്പോൾ ഇവിടെ ഇഞ്ചോടിഞ്ച് മത്സരമാണ്. ചിക്കൻ പീസ് ഉണ്ട്. പക്ഷേ
പക്ഷേ ഒരു നടക്കിത് പോകത്തില്ല, ഒരു നടക്കെന്നല്ല ഇരു നടക്കും പോകത്തില്ല. അവിടെ പറഞ്ഞ ഇല്ല, നിങ്ങൾ വേണ്ട അഷറഫിനെ പിടിക്കാം, അഷറഫിനെ പിടിക്കാം. ഇവിടെ നിതിനൊക്കെ ചരിത്രമായിക്കോളെ എടോ, ചരിത്രമാക്കണം നമ്മുടെ ടീം. അഷറഫിനെ പിടിക്കാം. അവിടെയാണെങ്കിൽ നമ്മുടെ ബിനീഷ് ബ്രോ, അഷറഫ് ചിക്കൻ പീസ് ഉണ്ട്. അഷറഫ് മത്സരിക്കുന്നു. അഷറഫ് ചോറ് കഴിച്ചിരിക്കാണ്. പീസ് വഴി ഒരു പക്ഷേ ഇല്ല. സെക്കൻഡ് പ്ലേസ് ആരായിരിക്കും? നിതിൻ അളിയൻ ചരിത്രം തിരുത്തുന്നു. നിതിൻ അളിയനും സുബിനും കേറി വരുന്നു, ചരിത്രം വഴിമാറുന്നു. നിതിൻ പിടിക്കാം. ഇതിനെ ചോറ് മാത്രമേ ഉള്ളൂ, പിടിക്കാം. ചോറ് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് പിടിക്കാം. അഷറഫ് ലീഡ് ചെയ്യുന്നു. ഇറക്കിയാ മതി. കഴിഞ്ഞു. പെട്ടെന്ന് നീ ഇറക്കുന്നുണ്ട്. അപ്പം വെള്ളം ബസ് തുറന്നില്ല. ചെറിയ ഗ്യാപ്പ്. അഷറഫിന്റെ കയ്യിൽ റൈസ് വരുന്നില്ല, അത് പ്രാക്ടീസ് ഇല്ലാത്ത കേട്ടോ. നമ്മളെ സാധാരണ ചോറിനോട് കഴിക്കുന്നത് അങ്ങനല്ല, നമ്മൾ അതിൽ കഴിക്കാൻ പറ്റില്ല. ഇച്ചിരി കയ്യിൽ ഏറെ എടുക്കണം. നമ്മൾ വിരളിൽ മാത്രം ചോറ് എടുക്കണം. വിരലിലെടുക്കും, കയ്യിലെടുക്കും, വിരലെടുക്കും. ഇദ്ദേഹമൊക്കെ എന്ന് പറഞ്ഞാൽ വാട്ട് എ മാച്ച്, വാട്ട് എ സ്പീഡ്. സുബിനുണ്ണി എന്താ പറഞ്ഞ ഉസ്ബെക്കിസ്ഥാൻ. ഇന്നത്തെ വീഡിയോ ജയിച്ചിരിക്കുന്നത് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തെ തോൽപ്പിച്ച് രണ്ടുപേരും മുതിർന്നു. അപ്പോൾ നിങ്ങൾ പുതിയ ആളെ കൊണ്ടുവരാൻ പറയുന്നു. പുതിയ ആളെ കിട്ടണ്ടായോ? പുതിയ ആളെ കിട്ടാൻ നമ്മൾ എടുത്ത് കൊണ്ടുവരാൻ 2-3 അടുത്തവണ ഞങ്ങൾ 3 പേര് ഞാനാണ് ഇവരുടെ ടീം കയറാം. മനസ്സിലായേ? അല്ലാതെ എങ്ങനെയാണ് ഇദ്ദേഹത്തെ തോൽപ്പിക്കുന്നത്? ഒരു മര്യാദ ഉണ്ട് നമുക്ക് ഇല്ലേ? പക്ഷെ അടുത്ത പ്രാവശ്യം ഉണ്ട്. ഇയാളെ തോപ്പിച്ച് ഇയാളിപ്പോ 3ാമത്തെ പ്രാവശ്യം എന്നെ ചിഹ്നം വിളിക്കുന്നത്. വന്നിട്ട് ഭയങ്കര മത്സരം തോപ്പിക്കും. ഇത്തവണ തോപ്പിക്കും ഞാൻ. അടുത്ത പ്രാവശ്യം സ്ട്രാറ്റജിക് മൂവ് ആയിരിക്കും. അടുത്ത ഞങ്ങൾ ജിമ്മിന്ന് കുറച്ചേരം കൊണ്ടുവന്നു പറഞ്ഞത്. വെട്ടിയാറെ കൊണ്ടുവരാൻ വെട്ടിയാറ് ഇറക്കാം. പിന്നെ അടുത്ത നമുക്ക് ആളെ ഇറങ്ങാം കേട്ടോ. ഏത് വെട്ടിയാറ്? അതൊക്കെ ഉണ്ട്. വെട്ടിയാർ ജീര അപ്പുറത്തെ വീട്ടിലെ വെട്ടിയാർജി വേറെ വെട്ടിയാർജി ജൂനിയർ ജി. ഓക്കെ, അപ്പോൾ സമയമില്ല അദ്ദേഹം ടെക്കിയാണ്. അദ്ദേഹം ജോലിക്ക് കയറാൻ സമയമായിട്ടിരിക്കുകയാണ്. ഒരാൾ ഓൾറെഡി ജോലിക്ക് പോയി. അതെ, ആ ജോലിക്ക് പോയത് ആ കടയിൽ പോയത്. അപ്പോൾ കണ്ട് നമ്മുടെ പനാജി ഹായ് കൊടുത്തില്ല. ഹായ് ടാറ്റയല്ലേ? ഇവിടെ ഫ്രണ്ട് നോക്കുന്നേ അവൻ അതിലെ കാണുമോ കോഫിയൊക്കെ? കുഞ്ഞെ നന്ദുമാമനെ നോക്കി. ആരാ ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു അടിപൊളി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.